നിലാക്കീറിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്ത് ഒരു മത്സരം നടക്കുകയായിരുന്നു. ആ രാജ്യത്തെ മികച്ച യോദ്ധാവിനെ കണ്ടെത്താനുള്ള മത്സരമായിരുന്നു അത്. രാജ്യാതിർത്തിയിലെ 12 ഗ്രാമങ്ങളിലെ അപകടകരമായ വഴികളിലൂടെ സഞ്ചരിച്ച് രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുക എന്നതായിരുന്നു പരീക്ഷ. തനിക്ക് മുമ്പേ പോയ 50 പേരിൽ ഒരാളും 1-ാം ഗ്രാമം പോലും കടന്നിട്ടില്ല എന്ന് പറഞ്ഞത് അവൻ്റെ വളർത്തമ്മയായിരുന്നു. അടുത്തത് അയാളുടെ അവസരമായിരുന്നു. ഭയചകിതനായി നിൽക്കുന്ന മകനോട് ആ സ്ത്രീ ഒടുവിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നിൻ്റെ അമ്മയെ കാണണമെന്ന് നീ എപ്പോഴും പറയുമായിരുന്നില്ലേ? അതിനുള്ള ആദ്യത്തെയും അവസാനത്തെയും അവസരം ഇന്നാണ്. നിൻ്റെ അമ്മ രാജകൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ ഇന്ന് നിൽക്കും. 12 ഗ്രാമങ്ങളും കടന്ന് കൊട്ടാരമുറ്റത്തെത്താൻ നിനക്ക് കഴിയുമെങ്കിൽ നിൻ്റെ പെറ്റമ്മയെ നിനക്ക് കാണാം. പക്ഷെ പരാജയപ്പെട്ടാൽ നിനക്കൊരിക്കലും അമ്മയെ കാണാൻ അവസരമുണ്ടാവില്ല. അത്രയും നേരം അയാൾക്ക് അതൊരു വെറും മത്സരം മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോഴത് ജീവിതത്തോളം വിലയുള്ള വെല്ലുവിളിയാണ്. അതിനു മുന്നിൽ രാജ്യത്തെ മികച്ച യോദ്ധാവാകണമെന്ന സ്വപ്നമൊക്കെ അയാൾ മറന്നേ പോയിരുന്നു. അമ്മയെ കാണണമെന്ന ഒറ്റ ആഗ്രഹമേ അപ്പോൾ അയാളുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ ദിനങ്ങളെ അതിജീവിക്കാൻ ഓർമ്മിപ്പിക്കുകയും അതിനുള്ള മാർഗം ഉപദേശിക്കുകയും ചെയ്യുന്ന യേശുവിനെ ഇന്നത്തെ സുവിശേഷത്തിൽ കാണാം. സുവിശേഷ സന്ദർഭം ഇങ്ങനെയാണ്. ജീവിതത്തിൻ്റെ മേൽ വന്നു പതിക്കുന്ന ക്ലേശങ്ങളെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് മനുഷ്യരൊക്കെയും കടന്നു പോകേണ്ട ഭീതിജനകമായ അനുഭവങ്ങളെക്കുറിച്ച് കൂടി യേശു സൂചന നൽകുന്നത്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള കരുത്ത് നേടാൻ ശ്രമിക്കണമെന്ന് യേശു ആവശ്യപ്പെടുന്നതാണ് ഈ സന്ദർഭം. ഈ മുൻപ് പറഞ്ഞ കഥയിലെ യുവാവ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുമ്പോൾ അത് പങ്കെടുക്കുകയോ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒന്നായിരുന്നു. പക്ഷേ അതിൽ ജയിച്ചാൽ മാത്രമേ അമ്മയെ കാണാനാവൂ എന്ന് വരുന്നതോടെ തോൽവി എന്നാൽ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തലായി മാറുന്നുണ്ട്. അതുപോലെയാണ് യേശു മനുഷ്യപുത്രൻ്റെ 2-ാം വരവിനെക്കുറിച്ച് പറയുന്നത്. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും എന്തൊക്കെ നേരിടേണ്ടി വന്നാലും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ എത്തിപ്പെടാൻ കഴിയണമെന്നതാണ് യേശു നൽകുന്ന പ്രേരണ. അതിനുവേണ്ടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്നുകൂടി അവൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഇരുൾക്കയങ്ങളെ താണ്ടിപ്പോകാനുള്ള പ്രത്യാശയുടെ ചിറകായിട്ടാണ് യേശു ആ ദിനങ്ങളെ അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ യേശു പറഞ്ഞത് ഒരു ഉപദേശം എന്നതിനേക്കാൾ താൻ ജീവിതത്തെ സമീപിച്ച രീതിയായിരുന്നു. കുരിശിൻ്റെ വഴിയിലെ സഹനങ്ങളെ ഉദ്ധാനത്തെക്കുറിച്ചുള്ള സ്വപ്നം കൊണ്ടായിരുന്നല്ലോ അവൻ നേരിട്ടത്. അതുപോലെ ജീവിതത്തിൻ്റെ വേദനകളെ അതിജീവിക്കാനുള്ള ഒരു വഴി യേശു ഭൂമിയെ പഠിപ്പിക്കുകയായിരുന്നു. പീഡയുടെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനുശേഷം സംഭവിക്കുന്ന സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങളിലേക്ക് ഉറ്റുനോക്കുക എന്നതായിരുന്നു യേശു പഠിപ്പിച്ച പാഠം. അത് ഒരു വിശ്വാസിയാവാനുള്ള ക്ഷണമായിരുന്നു എന്ന് പറയാം. വിശ്വാസം എന്നാൽ ഇരുളിനു നടുവിൽ നിൽക്കുമ്പോഴും കൊളുത്തപ്പെടാനിരിക്കുന്ന വിളക്കിനെ മനക്കണ്ണിൽ കാണാനുള്ള പ്രത്യാശയുടെ കരുത്താണല്ലോ. കത്തുന്ന വേനലിന് ഒടുവിൽ മഴ പെയ്തേക്കാമെന്ന പ്രതീക്ഷയല്ല, രാത്രി കഴിഞ്ഞാൽ പകൽ വരുമെന്ന ഉറപ്പും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുലരിക്കു വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമയുമാണത്. ശരിക്കു പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ. ദൈവവിശ്വാസം എന്നാൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കൽ മാത്രമല്ലല്ലോ, അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ കണ്ണിലൂടെ ജീവിതത്തെ നോക്കിക്കാണാനുള്ള ഒരുവൻ്റെ സന്നദ്ധതയല്ലേ. അങ്ങനെയാണല്ലോ കഷ്ടതകളുടെ നാളുകളിൽ ഇല്ലാതായി പോവാനുള്ളതല്ല ജീവിതമെന്ന് ഒരു വിശ്വാസി തിരിച്ചറിയുന്നത്. അപ്പോഴാണല്ലോ ദുരിതങ്ങളുടെ തിരകൾ തലയ്ക്കുമീതെ ഉയരുമ്പോഴും ശിരസുയർത്തിപ്പിടിക്കാനും മറുകരയിലേക്ക് നീന്താനും ഒരാൾക്ക് ബലം ലഭിക്കുന്നത്. അങ്ങനെ യേശുവിൻ്റെ 2-ാം വരവ് എന്നത് കടലിൽ പെട്ടുപോയ ഒരാൾക്ക് മറുകരയിലെത്താനുള്ള തോണിയും മരുഭൂമിക്ക് മുകളിലൂടെ പറക്കാനുള്ള ചിറകുമായി മാറുന്നുണ്ട്. മാത്രമല്ല നിരാശയിൽ വഴി നഷ്ടപ്പെട്ട ആൾക്ക് ജീവിച്ചിരിക്കാനുള്ള പ്രത്യാശ അത് സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇതൊക്കെയല്ലേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അഴകും സുഗന്ധവും. ആരാധനാക്രമ വത്സരത്തിൻ്റെ ആദ്യ ദിനമായ ആഗമനകാലത്തിലെ 1-ാം ഞായറിൽ ഇത്തരം ഒരു സുവിശേഷം വായിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊരു ചോദ്യം ചിലപ്പോൾ ഉള്ളിൽ തോന്നിയേക്കും. രക്ഷകനെ ഭൂമിക്ക് സമ്മാനിക്കാൻ മറിയവും ജോസഫും കടന്നുപോയ പ്രതിസന്ധികളുടെ തീവ്രത എന്താണെന്ന് നമുക്കറിയാമല്ലോ. അവനെ കണ്ടുമുട്ടാനുള്ള യാത്രക്കിടയിൽ ആട്ടിടയന്മാരും ജ്ഞാനികളും അനുഭവിച്ചിരിക്കാനിടയുള്ള വിശ്വാസത്തിൻ്റെ പരീക്ഷണം എന്തായിരിക്കുമെന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ യാത്ര വേണോ? ഇതൊക്കെ വെറുതെ തോന്നലായിരിക്കുമോ എന്നൊക്കെ അവർ ചിന്തിച്ചിരിക്കാം. പക്ഷേ എന്നിട്ടും അവർക്ക് അവനരികിൽ എത്തിച്ചേരാനായി. അതുകൊണ്ട് ആഡ്വൻ്റ് റീത്തിലെ ആദ്യ തിരി കൊളുത്തപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലും പ്രതീക്ഷയുടെ ഒരു തിരി തെളിക്കപ്പെടണം. ഇന്നനുഭവിക്കുന്ന കഷ്ടതയ്ക്കും നിരാശയ്ക്കും വേദനയ്ക്കും അപ്പുറം എനിക്ക് കാണാൻ ഒരു രക്ഷകനുണ്ട് എന്ന് വിശ്വസിക്കാനും അവിടേക്ക് എത്തിച്ചേരാൻ എനിക്ക് കഴിയുമെന്ന് പ്രത്യാശിക്കാനും നമുക്ക് സാധിക്കുന്നത് അങ്ങനെയാണ്. അതിനുള്ള ക്ഷണമാണ് ഈ സുവിശേഷം. അകലെ നിന്ന് ഒരാൾ വരുന്നുണ്ട്. സന്ദർശനത്തിൻ്റെ ആ ദിനത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നവരിൽ ഞാനും ഉണ്ടാവണം. അതുകൊണ്ട് ദുഃഖത്തിൻ്റെയും നിരാശയുടെയും പ്രളയജലത്തിനുമീതെ എനിക്ക് പറന്നേ മതിയാവൂ. കാരണം എനിക്കും അവനെ കാണണം. പ്രാർത്ഥിക്കാം. ഈശോയെ, എനിക്കു കാണാനായി നീ വരുമെന്ന് വിശ്വസിക്കാനും അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനും വേണ്ട പ്രത്യാശ എന്നിൽ നിറയ്ക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.